ഗൈസ്, ഐ മൈറ്റ് ബി ദ ഫേക്കസ്റ്റ് ഫുട്ബോൾ ഫാൻ ഇൻ കേരള. കാരണം ഞാനൊരു വേൾഡ് കപ്പ് മാച്ച് മര്യാദക്ക് കണ്ടിട്ട് ഇപ്പോൾ 3 ദിവസമായി. ആക്ച്വലി 3 ദിവസം. ഇന്നത്തെ മാച്ചസ് ഇൻക്ലൂഡിങ് ദിസ് അർജന്റീന മാച്ച് ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ കാണാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നില്ല. ലൈക്ക് ഐ വാസ് കൈൻഡ് ഓഫ് ബിസി. ജോബൊക്കെ കിട്ടി. ഇല്ല, വെറുതെ ഐ ആം സ്റ്റിൽ അൺഎംപ്ലോയിഡ്. ബട്ട് എനിവേ, കഴിഞ്ഞ ദിവസത്തെ മാച്ചസ് 4 മാച്ചസിൽ 4 ഡ്രോ. ആൻഡ് അതിൽ തന്നെ ഏറ്റവും ചർച്ചയാക്കിയ ഒരു കാര്യം എന്നുള്ളത് കേപ്പ് വെർദെ ഗോൾ കീപ്പർ സ്പെയിനിനെതിരെ നടത്തിയ ഒരു പെർഫോമൻസ് ആയിരുന്നു. ആൻഡ് ഹി ഈസ് നൗ എ കൾട്ട് ഹീറോ. 50K ഫോളോവേഴ്സ് എന്തുള്ള ഒരു അക്കൗണ്ട് ഇപ്പോൾ 6 മില്യന്റെ മേലക്ക് എന്തോ ആയിട്ടുണ്ട്. മറ്റേ ടിം പെയിനെ പോലെ വെറുതെ ആളുകൾ ഫേമസ് ആക്കിയതല്ല കേട്ടോ. ആളുടെ 40-ാം വയസ്സിലെ ഈ ഒരു പെർഫോമൻസ് കണ്ടിട്ട് ആൾക്കാർ സ്നേഹം കൊണ്ട് ചെയ്തതാ. എന്തായാലും ഇന്നലത്തെ കാര്യങ്ങളൊന്നും ഇനി ഞാൻ കുറെ പറയുന്നില്ല. നമുക്ക് ഇന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എക്സ്പെഷ്യലി അർജന്റീനയുടെ ഫസ്റ്റ് മാച്ച് ഓഫ് ദ വേൾഡ് കപ്പ് ആൻഡ് മെസ്സി സ്കോർഡ് എ ഹാട്രിക്. ഹോണസ്റ്റ്ലി പോർച്ചുഗലിന്റെ വേൾഡ് കപ്പ് ഫ്രണ്ട്ലീസ് കണ്ടപ്പോൾ തന്നെ CR7ന്റെയും പോർച്ചുഗലിന്റെ കാര്യത്തിലുള്ള എൻ്റെ എല്ലാ പ്രതീക്ഷകളും ഏകദേശം പോയതായിരുന്നു. ഇനിയിപ്പോൾ മെസ്സി ഫസ്റ്റ് മാച്ചിൽ തന്നെ ഹാട്രിക് ഒക്കെ അടിച്ച് തുടങ്ങിയതുകൊണ്ട് തന്നെ CR7നെ സംബന്ധിച്ച് അതിൻ്റെ ഒരു 50% മാച്ച് ചെയ്യുന്ന ടൈപ്പ് ഓഫ് നല്ല പെർഫോമൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഗൈസ്, വി ആർ സോ കുക്ക്ഡ്. അർജന്റീന ആൻഡ് മെസ്സിസ് ഹാട്രിക്, അതിനെക്കുറിച്ചിട്ട് കൂടുതൽ പറയുന്നതിന് മുന്നേ ഫ്രാൻസ് വേഴ്സസ് സെനഗൽ. എംബാപ്പി സ്കോർ 2. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാച്ച് ഞാൻ ശരിക്കും കണ്ടിട്ടൊന്നുമില്ല. ബട്ട് എനിക്കുള്ളൊരു ഡൗട്ട് എന്താണെന്നറിയോ, ആ ഷാഡിയോ മാനെ എംബാപ്പെ പെനാൾട്ടി ടാക്കിൾ ആ ഒരു സിറ്റുവേഷൻ ഇല്ലേ, വാറിൽ ചെക്ക് ചെയ്തതിന് ശേഷം റെഫറി ഏത് രീതിയിലാണ് അറ്റാക്കറാണ് ഇനീഷ്യേറ്റ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട് പെനാൾട്ടി കൊടുക്കാതെ നിന്നത് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല കേട്ടോ. പുതിയ റൂൾ ചേഞ്ച് എന്തെങ്കിലും വന്നോ? എന്തായാലും 2 റിയലി ഗുഡ് ഗോൾസ് ഫ്രം എംബാപ്പി. ആള് മെസ്സിന്റെ വേൾഡ് കപ്പ് ഗോൾ നമ്പർ റെക്കോർഡ് 2 വേൾഡ് കപ്പിൽ തീർത്തു എന്നുള്ള ടൈപ്പ് ഓഫ് ഒരു വർത്താനം അങ്ങനെ വരാൻ നിൽക്കുകയായിരുന്നു. അപ്പോഴത്തേന് മെസ്സി ഹാട്രിക് അടിച്ച് തൽക്കാലത്തിന് അതൊക്കെ നിർത്തിയിട്ടുണ്ട്. എനിവേ, എംബാപ്പിയുടെ സെക്കൻഡ് ഗോൾ വെരി ഗുഡ്. ഓക്കെ, ഇറ്റ്സ് എ ബാങ്ങർ. ആൻഡ് ഒലീസയുടെ ഭാഗത്തുനിന്ന് കുറേ നല്ല മൊമെന്റ്സ് ഞാൻ ആ ഒരു ഹൈലൈറ്റ്സ് തന്നെ കണ്ടിട്ടോ. ആള് നന്നായി കളിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വേറെ കണ്ടൊരു സംഭവം, എംബാപ്പി 2 ഗോളല്ല, ഓക്കെ, ഈ ഒരു മാച്ചിൽ 4 ഗോൾ അടിക്കാനുള്ള ചാൻസസ് ആൾക്ക് കിട്ടിയതാ. എന്താ അറിയില്ല, ആൾക്ക് ഇടയ്ക്ക് എന്തൊക്കെ ഒരു മിസ്റ്റേക്ക് വരുന്നുണ്ട്. എംബാപ്പി 2 ഗോൾ അടിച്ചു കഴിഞ്ഞ മാച്ചിന് ശേഷം നടന്ന നോർവേ വേഴ്സസ് ഇറാഖ്, ഹാളണ്ടും 2 ഗോൾ അടിച്ചടാ. ഓക്കെ, ആ ഒരു പാറ്റേൺ അനുസരിച്ച് മെസ്സി ഹാട്രിക് അടിച്ചിട്ട് ഇനി പോർച്ചുഗലിന്റെ മാച്ച് വരികയാണ്. അപ്പൊ അണ്ണനും ഹാട്രിക് അടിക്കൂല. ഓക്കെ, ഇല്ല, ഞാൻ വെറുതെ ഇതാണ് നമ്മൾ ഡെലൂഷണൽ ആവരുത്. ഓക്കെ, ഹാളണ്ടിന്റെ ഫസ്റ്റ് എവർ വേൾഡ് കപ്പ് ഗോൾ, അതിലാണ് നോർവേക്ക് ഈ ഒരു മാച്ചിൽ ലീഡ് കിട്ടുന്നത്. പക്ഷേ ഇറാഖ് തിരിച്ചടിക്കുന്നു. പിന്നെ ഹാളണ്ട് തന്നെ ഒരു ഡെംബലെ പ്രസ് നടത്തി ആളുടെ സെക്കൻഡ് ഗോളും നോർവേയുടെ സെക്കൻഡ് ഗോളും അടിച്ച്, അതിനുശേഷം നോർവേ 2 ഗോളോടെ അടിച്ച് കളി 4-1 ജയിച്ച്. ഒരു 10 ദിവസം കൂടെ കഴിയുമ്പോൾ ഫ്രാൻസ് വേഴ്സസ് നോർവേ, എംബാപ്പി വേഴ്സസ് ഹാളണ്ട് മാച്ച് കൂടെ വരാനുണ്ട് എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഐ ആം എക്സൈറ്റഡ്. ഇത് തിന്മയും നന്മയും തമ്മിലുള്ള കളിയല്ല, വലിയ തിന്മയും ചെറിയ തിന്മയും തമ്മിലുള്ള കളിയാ. ഇങ്ങനൊക്കെ ഏതൊരു മഹാൻ കുറച്ച് ദിവസം മുന്നേ പറഞ്ഞിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. നൗ ഓൺ ടു ദ മെയിൻ ഇവന്റ്, അർജന്റീന വേഴ്സസ് അൾജീരിയ. ആൻഡ് ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ ഇതുവരെ വേൾഡ് കപ്പിൽ ഹാട്രിക് ഇല്ല എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, അത് മെസ്സി തീർത്തു കൊടുത്തു. അതിന് പുറമെ എംബാപ്പെ ഓൾറെഡി മെസ്സിയുടെ ഗോൾ ടാലി വെട്ടിച്ചു എന്നുള്ള ഒരു സംഭവം കൂടെ ഉണ്ടായിരുന്നു കുറച്ച് മണിക്കൂറുകൾക്ക് മുന്നേ. അതും അങ്ങോട്ട് തീർത്തു കൊടുത്ത്. ആസ് ഓഫ് നൗ ഏറ്റവും കൂടുതൽ വേൾഡ് കപ്പ് ഗോൾ അടിച്ചിട്ടുള്ള ആളുകളിൽ മിറോസ്ലാവ് ക്ലോസയുടെ ആ ഒരു 16 ഗോൾ എന്നുള്ള ഒരു റെക്കോർഡ്, അതിന് ഈക്വലാണ് മെസ്സി. എന്തായാലും അടുത്ത മാച്ചിലും ആൾ ഗോൾ അടിച്ച് അത് വെട്ടിക്കും. ഗൈസ്, ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം നമ്മൾ ഫേസ് ടു ഫേസ് ആയിട്ട് തന്നെ പറയേണ്ട ഒരു കാര്യം കേട്ടോ. ഓക്കെ, ഈ ഒരു വേൾഡ് കപ്പ് തുടങ്ങുന്ന സമയത്ത് ഞാൻ കുറേ അധികം ലൈക്ക് ഇന്റർവ്യൂസ് അല്ലെങ്കിൽ സ്ട്രീറ്റ് ഇന്റർവ്യൂ ടൈപ്പ് ഓഫ് സംഭവങ്ങൾ കണ്ടിരുന്നു. ഓക്കെ, അതിലുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെ, ആരായിരിക്കും ബെസ്റ്റ് പ്ലെയർ, ആരായിരിക്കും ടോപ്പ് സ്കോറേഴ്സ്, ഇങ്ങനത്തെ സംഭവങ്ങൾ വന്നപ്പോൾ ന്യൂട്രൽ ഫാൻസ് അല്ലെങ്കിൽ അർജന്റീനന്റെ ഫാൻസിനെ മാറ്റി നിർത്തിയ വേറെ ആരും മെസ്സിനെ ടോപ്പ് സ്കോറർ ആയിട്ട് പറയുന്നത് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഈവൻ ബെസ്റ്റ് പ്ലെയർ ആരാവെന്ന് ചോദിച്ചപ്പോഴും ടിപ്പിക്കൽ അർജന്റീന ഓർ മെസ്സി ഫാൻസ്, അങ്ങനല്ലാതെ ബാക്കിയുള്ള രാജ്യങ്ങളുടെ ഫാൻസ് അവരാരും മെസ്സിന്റെ പേരെ മെൻഷൻ ചെയ്തിട്ടില്ല. മോസ്റ്റ്ലി ഇറ്റ് വാസ് യമാൽ, എംബാപ്പി, ഒലീസെ, അങ്ങനെ കുറെ നെയിംസ് ആണ്, പുതിയ നെയിംസ്, ഹാരി കെയ്ൻ. ഓക്കെ, അങ്ങനത്തെ പേരാ കൂടുതലും വന്നത്.
ആൻഡ് ഈ ഒരു അർജന്റീനന്റെ മാച്ച് വരുന്നത് വരെ ഓക്കെ, അർജന്റീന അൾജീരിയക്കെതിരെ ഇന്ന് രാവിലെ കളിക്കുന്ന ആ ഒരു മൊമെന്റ് വരെ എംബാപ്പി, യമാൽ, ഒലീസ ഇവരൊക്കെ തന്നെയാണ് ആര് ഈ ഒരു വേൾഡ് കപ്പിലെ ബെസ്റ്റ് പ്ലെയർ ആയിട്ട് നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരുന്നത്. മെസ്സിന്റെ കാര്യം എല്ലാവരും മറന്ന പോലെ. ആൻഡ് ഫസ്റ്റ് മാച്ചാണ് കഴിഞ്ഞു, ഓക്കെ, മെസ്സി ഈസ് അഗെയിൻ ദ ബെസ്റ്റ് പ്ലെയർ. ഓക്കെ, ആള് 39 വയസ്സാണോ 40 വയസ്സാണോ എന്ന് നോക്കണ്ട. ഈ പറഞ്ഞ യങ് പ്ലേയേഴ്സ് നമ്മളിങ്ങനെ എക്സ്പെക്ട് ചെയ്ത ആ യങ് പ്ലേയേഴ്സിനെക്കാളും ഞാൻ ഇവിടെ ഉണ്ട്. ഓക്കെ, ഇന്നെ കഴിഞ്ഞിട്ട് തന്നെ ഈ പൂച്ചാണ്ടികളൊക്കെ ഉള്ളൂന്ന് എടാ ഇയാൾ പിന്നെയും കാണിച്ചറാ. ഫസ്റ്റ് മാച്ചിൽ തന്നെ ഹാട്രിക്, 10 out of 10 റേറ്റിംഗ്. വേൾഡ് കപ്പിൽ ഹാട്രിക് ഇല്ല എന്നൊക്കെ പറഞ്ഞു. എടാ ഹൗ. അടുത്തൊരു കാര്യം, ഞാൻ CR7 പ്രിഫർ ചെയ്യുന്നു എന്നുള്ള ഒരു സംഭവം കാരണം ഐ ഹെയ്റ്റ് മെസ്സി. ഓക്കെ, ഞാൻ മെസ്സിനെ ഹെയ്റ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ ഒരു ജഡ്ജ്മെന്റ് കുറെ ആൾക്കാർക്ക് ഉണ്ട്. അത് കമന്റ്സിൽ എപ്പോഴും കാണാം. പക്ഷെ നിങ്ങളിന്റെ ഒരു വീഡിയോസ് കാണുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം എന്ത്, ഞാൻ മെസ്സിനെ പറ്റി നെഗറ്റീവ്സ് പറയാറേ ഇല്ല. ഐ മീൻ വളരെ കുറവാണ് ഞാൻ മെസ്സിനെ പറ്റി കുറ്റം പറയുന്ന അല്ലെങ്കിൽ ബാഡ് പറയുന്ന സിറ്റുവേഷൻസ്. ബിക്കോസ് മോസ്റ്റ് ഓഫ് ദ ടൈം ഞാൻ MLS മാച്ചസ് കാണലില്ല. ഓക്കെ, മെസ്സിന്റെ മാച്ചസ് എന്നാന്ന് ഞാൻ അറിയൽ പോലും ഇല്ല അവിടെ ആയതുകൊണ്ട്. ആൻഡ് CR7 കേസിൽ അങ്ങനല്ല. CR7 ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ചും കൂടെ ഒക്കെ ഒരു പേഴ്സണലി അല്ലെങ്കിൽ അതിന് ഞാൻ റിയാക്ട് ചെയ്യണം എന്നുള്ള ഒരു റെസ്പോൺസിബിലിറ്റി എനിക്ക് ഫീൽ ചെയ്യും. കാരണം ഞാൻ ആളെ ഡിഫെൻഡ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഇടയ്ക്ക് ഉണ്ടാവാറുണ്ട്. സോ ഞാൻ ബേസിക്കലി പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ആസ് ഓഫ് നൗ ഓക്കെ, ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ പണ്ടത്തെ കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തിക്കോളി. മെസ്സി ഈസ് ദ ഗോട്ട്. ഓക്കെ, എനിക്ക് അങ്ങനെ പറയുന്നതിന് പ്രത്യേകിച്ച് ഇഷ്യൂസ് ഒന്നുമില്ല. ഫുട്ബോളിംഗ് വൈസ് മെസ്സി ഈസ് ബെറ്റർ. ഓക്കെ, ഇത് ഞാൻ വെറുതെ പറയുന്നല്ല. ഓക്കെ, ഞാൻ ഇങ്ങനെ തന്നെയാണ് എപ്പോഴും പറയാറ്. എന്നെ സംബന്ധിച്ച് CR7 ഈസ് ദ ഗോട്ട്. കാരണം അതിന് വേറെയും കുറെ റീസൺസ് ഉണ്ട്. ഔട്ട്സൈഡ് ഫുട്ബോൾ ആണെങ്കിലും ആളെ ഞാൻ എത്രത്തോളം കണക്റ്റഡ് ആണ്, അങ്ങനത്തെ ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ട്. പേഴ്സണൽ ചോയ്സ് എന്നൊക്കെ പറയൂലേ. പക്ഷേ ഫുട്ബോൾ വൈസ് മാത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ ഒരു ലെവലും കൂടെ നോക്കിക്കഴിഞ്ഞാൽ മെസ്സി ഈസ് ദ ഗോട്ട്. മെസ്സി ഈസ് ഫാർ ബെറ്റർ. ആൻഡ് അതാണ് ഞാൻ കഴിഞ്ഞ ആ ഒരു സംഭവത്തിലും പറഞ്ഞത്. മെസ്സിന് ഇപ്പൊ കുറെ ഗോൾ അടിച്ചില്ലെങ്കിലും ആള് ബാക്കിൽ നിന്ന് കുറെ പാസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ആളുടെ ഒരു ഇൻവോൾവ്മെന്റ് കുറെയൊക്കെ സമയത്തും കാണിക്കലുണ്ട്. ഈ മാച്ചിൽ ആള് 3 ഗോൾ തന്നെ അങ്ങോട്ട് അടിച്ചു. ഇതിപ്പോ ഞാൻ എന്തിനാ പറഞ്ഞത് എന്നറിയോ, ഈ ഒരു ടൈപ്പ് ഓഫ് പെർഫോമൻസ്, അതും CR7 41 വയസ്സിൽ വേൾഡ് കപ്പില് ഞാൻ എക്സ്പെക്ട് ചെയ്യണില്ല എന്നുള്ള ഒരു കാര്യം ഉണ്ടല്ലോ. അത് നിങ്ങളോടൊന്ന് തുറന്നു പറയണം. കാരണം ഇന്ന് പോർച്ചുഗൽ ഓരോ ഫസ്റ്റ് മാച്ച് കളിക്കാൻ പോവാ. എന്റെ മൈൻഡിൽ ഇപ്പോഴും ഇത്രയേ ഉള്ളൂ, ലൈക്ക് ആളുടെ ലെഗസിക്ക് പേരുദോഷം ഉണ്ടാക്കണ പോലുള്ള ഒരു സംഭവം ചെയ്യരുത്. ഓക്കെ, ഒരു ഡീസെന്റ് ഇനഫ് പെർഫോമൻസ്, ഐ ആം ഹാപ്പി. ബട്ട് മെസ്സിന്റെ സൈഡിൽ നിന്ന് ഒരു 10 out of 10 പെർഫോമൻസ്. മെസ്സി സ്കോർ ചെയ്ത ആദ്യത്തെ 3-ാമത്തെ ഗോളുകൾ വാസ് റിയലി ഗുഡ്. 3-ാമത്തെ ഗോൾ എന്ന് പറഞ്ഞാൽ അത് മെസ്സിന്റെ ട്രേഡ് മാർക്ക്, കോപ്പി പേസ്റ്റ്, മറ്റേ വളച്ചടിക്കണ ആ ഒരു സംഭവം ഉണ്ടല്ലോ, വെറുതെ മെല്ലെ അങ്ങനെ പ്ലേസ് ചെയ്ത് വെക്കുക. പിന്നെ ഇപ്പൊ എന്താ ഇതിനിടയിലുള്ള ഒരു ഇഷ്യൂ എന്താണെന്നറിയോ, ഞാൻ ഹോണസ്റ്റ് ആയിട്ട് പറയാ, ഞാൻ സ്കോർ നോക്കിയത് ഗൂഗിളിലാണ്, അല്ലാതെ ഞാൻ കളി കണ്ടിട്ടില്ല. നേരത്തെ തന്നെ പറഞ്ഞല്ലോ. ആ സമയത്ത് ഞാൻ ട്വിറ്ററിൽ പോയിട്ട് മെസ്സിന്ന് സെർച്ച് ചെയ്തപ്പോൾ മെസ്സിയുടെ ഹാട്രിക്കിനെ പറ്റിയിട്ടുള്ള ഡിസ്കഷനൊക്കെ കൂടുതൽ കണ്ടത് ഒരു കോൺട്രവേഴ്സി പോലെയുള്ള ഒരു സംഭവമാണ്. 31-ാം മിനിറ്റ് നടന്ന ഒരു ഫൗൾ ആൻഡ് അതിലെന്തുകൊണ്ട് മെസ്സിക്ക് റെഡ് കാർഡ് കൊടുത്തില്ല, അല്ലെങ്കിൽ വാർ ചെക്ക് ചെയ്തതിനു ശേഷം ഇങ്ങനെ ഒരു ഫൗളിന് എന്തുകൊണ്ട് യെല്ലോ പോലും കൊടുത്തില്ല, അങ്ങനെ ഒരു ടോക്ക്. ഈവൻ ESPN പേജിൽ വരെ മെസ്സിക്ക് അത് 100% റെഡ് കാർഡ് ആവണമായിരുന്നു എന്നുള്ള ഒരു പോസ്റ്റ് ഒക്കെ വന്ന് ആദ്യമായിട്ടാണ് ഞാൻ ESPN പേജിൽ അങ്ങനെയൊക്കെ കാണുന്നുണ്ട്. അതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. അല്ലാതെ അത് ഡിഫ്ലക്ട് ചെയ്തിട്ട് തിരിച്ചിങ്ങോട്ട് മെസ്സിനെ ഫൗൾ ചെയ്തിരുന്നു, അപ്പർ റഫറി വാർ ചെക്ക് ചെയ്തില്ല, അൽമാഡനെ ഫൗൾ ചെയ്തപ്പോൾ കാർഡ് കൊടുത്തില്ല, അത് പറയാൻ നിൽക്കരുത്. ഞാൻ ഈ ഒരു ഇൻസിഡന്റിനെ പറ്റി ജസ്റ്റ് നിങ്ങളോട് ചോദിക്കണമെന്നുള്ളൂ. അത് കണ്ടിട്ട് നിങ്ങൾ ഞാനിപ്പോഴും കരഞ്ഞു തീർന്നില്ലെന്നൊന്നും ചോദിക്കണതിലൊരു അർത്ഥമല്ല. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. റീൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൽ നിന്നുള്ള എക്സ്പീരിയൻസ് ആർക്കും ഞാൻ ചോദിച്ചതിനുള്ള ഒരു ഉത്തരമല്ല, തിരിച്ചിങ്ങോട്ട് വേറെ ക്വസ്റ്റ്യൻസാ. എനിവേ, മെസ്സി ഹാഡ് എ ഫാന്റാസ്റ്റിക് ഗെയിം ആൻഡ് അർജന്റീനക്കും ഒരു കിഡിലൻ സ്റ്റാർട്ട്. വേൾഡ് കപ്പ് ഡിഫെൻഡ് ചെയ്യാന്നുള്ള ഒരു ഡ്രീം ഓഫ് കോഴ്സ് അർജന്റീനയുടെ ഭാഗത്തു നിന്നുണ്ട്. ആൻഡ് അതിന് കെലുപ്പുള്ള ഒരു ടീം തന്നെയാണ് ഓര്. ഓക്കെ, വേറെ ഇപ്പം എന്താ, എല്ലാം നല്ലതിന്. ഓക്കെ, അത്രക്കുള്ളൂ. നിങ്ങളുടെ ഒപ്പീനിയൻ ഷെയർ ചെയ്യുക. ബൈ ബൈ.